ഇന്ന് ഞായറാഴ്ചയായിരുന്നു. രാവിലെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പം വൈകുന്നേരത്തേക്ക് ഇന്ന് പാൽക്കപ്പയാണ്. നല്ല തേങ്ങാപ്പാൽ കുറുക്കിയ പാൽക്കപ്പയും മത്തിക്കറി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. നമുക്കൊരു കട്ടനും കൂടെ വെച്ചാൽ ഉഷാറാവേ. ഇപ്പോൾ പാൽക്കപ്പ നമുക്ക് പലരും പല രീതിയിലായിരിക്കും വെക്കുന്നത്. ഞാൻ ഇച്ചിരി ലൂസായിട്ടാണ്, അത്ര ലൂസല്ല, എന്നാലും ചെറിയൊരു ലൂസാക്കിയാണ് വെക്കുന്നത്. ചിലർ ഇച്ചിരി ടൈറ്റായിട്ട് വെക്കാറുണ്ട്. എനിക്ക് ഈ പരുവത്തിലാണ് ഇഷ്ടം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചട്ടി ഒന്ന് ചൂടായി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന, ഇപ്പോൾ ഒരു 1/2 കിലോ കപ്പാണ്, അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ, ഉപ്പും ചേർത്തിട്ടില്ല. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക് ചേർത്ത് അതിലേക്ക് നമുക്ക് തേങ്ങയുടെ 1/4 പാൽ, കപ്പ ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള അളവിൽ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നമുക്കൊരു കപ്പയൊന്ന് കുറുകി വരണം വരെ അടച്ച് വെച്ച് വേവിക്കണേ. അപ്പോൾ കുറുകിയത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. നല്ല ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി തേങ്ങാപ്പാലുമായിട്ട് നന്നായിട്ട് ചേർന്ന് നല്ല കുറുകി വരും. അപ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത്, ഇപ്പോഴാണ് കൊടുക്കേണ്ടത്, ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിലോട്ട് നന്നായിട്ട് കുറുകി വറ്റി അങ്ങ് വരുമ്പോഴേക്കും നമുക്ക് 1/4 പാൽ, ഒരു 1/4 കപ്പ് മതിയേ, 1/4 പാൽ കൂടെ ചേർത്ത് നമുക്ക് ആവശ്യമുള്ള ഏത് രീതിയിൽ പരുവത്തിൽ നമുക്ക് വേണ്ടെന്നുള്ള രീതിയിൽ 1/4 പാൽ ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ താളിക്കുക എന്നുള്ളത് കേട്ടോ. നമ്മൾ താളിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കാറില്ല, ഒരു 2 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. നമ്മൾ താളിച്ച് അതിൻ്റെ മേലോട്ട് ഇട്ടതിന് ശേഷം ഒരു 2 സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കും. എന്നിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കും. ലോ ഫ്ലെയിമിലാണേ. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല മണമായിരിക്കും കേട്ടോ. ഇപ്പം നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ടൈറ്റ് വേണ്ടവർക്ക് കുറച്ചുകൂടെ ഒന്ന് തീയിലൊന്ന് വേണമെങ്കിൽ കുറുക്കിയെടുക്കാം. പക്ഷെ ഇതായിരിക്കും നല്ല പരുവം.